ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നീറ്റ് 2026 ക്രാക്ക് ചെയ്യാനായിട്ടുള്ള കോഡായിട്ടാണ്. എൻറ്റയർ റോഡ് മാപ്പ് സ്ട്രാറ്റജി ആയിട്ടാണ്. എൻ്റെ കുട്ടികളൊക്കെ കുറച്ച് കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. അതായത് കുറേ പേരെന്താണ് നീറ്റിന് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്കറിയാം ഇത് കാണുന്ന ആൾക്കാർ ഒന്നെങ്കിലും ഒരു ഡ്രോപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് +2 കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കും അല്ലേ. ഹലോ എവ്രി വൺ, ഹോപ്പ് യു ആൾ ആർ ഡൂയിങ് ഗുഡ്, ഹോപ്പ് യു ആൾ ആർ ഹാപ്പി ആൻഡ് സേഫ്. മൈ നെയിം ഇസ് ആരതി കൃഷ്ണ ആൻഡ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നീറ്റ് 2026 ക്രാക്ക് ചെയ്യാനായിട്ടുള്ള കോഡായിട്ടാണ്. എൻറ്റയർ റോഡ് മാപ്പ് സ്ട്രാറ്റജി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. എനിക്കറിയാം എൻ്റെ കുട്ടികളൊക്കെ കുറച്ച് കൺഫ്യൂഷനിലാണ് ഇപ്പോൾ ഉള്ളത് അല്ലേ. അതായത് കുറേ പേരെന്താണ് നീറ്റിന് പ്രിപ്പയർ ചെയ്തിട്ട് എനിക്കറിയാം ഇത് കാണുന്ന ആൾക്കാർ ഒന്നെങ്കിലും ഒരു ഡ്രോപ്പർ ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് +2 കഴിഞ്ഞിട്ടുള്ള ആളായിരിക്കും അല്ലേ. അപ്പോൾ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ വിചാരിക്കുന്നുണ്ടാവും, മിസ്സേ നമ്മൾ ഇനി ഒരു മാസം മുന്നിലുള്ളൂ അല്ലേ. ഏകദേശം നമുക്ക് എത്ര ദിവസം ഉണ്ട്? ഒരു 30 to 35 ഡേയ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. ഓക്കെ, 35 മാക്സിമം. അപ്പോൾ ഇത്രയും ദിവസം കൊണ്ട് നീറ്റ് ക്രാക്ക് ചെയ്യാനായിട്ട് പറ്റുമോ എന്നുള്ളൊരു ഡൗട്ട് നിങ്ങളുടെ എല്ലാവരുടെയും മനസ്സിൽ പോകുന്നുണ്ടാവും. അതേപോലെ തന്നെ ചില ആൾക്കാർ എന്താണ് പഠിച്ചിട്ടും, അതായത് ഞാൻ പഠിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കോൺഫിഡൻസ് ഇല്ല, അതായത് എങ്ങനെയാണ് എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ പഠിക്കേണ്ട സമയത്ത് ഞാൻ മര്യാദയ്ക്ക് പഠിച്ചില്ല, അത് പഠിച്ചു എന്തൊക്കെയോ കുറച്ച് പഠിച്ചു പോയി പക്ഷെ മര്യാദയ്ക്ക് പഠിക്കാനായിട്ട് പറ്റിയില്ല എന്നൊക്കെ ഉള്ളൊരു ഒരു ഗിൽട്ടായിട്ട് ഫീൽ ചെയ്യുന്ന ആൾക്കാരുണ്ടാകും. അതായത് ഗിൽറ്റും ഡൗട്ടും എല്ലാം കൂടി കലർന്ന് ഒരു മിക്സ്ഡ് ഇമോഷനിലായിരിക്കും എൻ്റെ മക്കൾ നീറ്റിനെ നിങ്ങൾ കാണുന്നുണ്ടാവുക അല്ലേ. അതായത് നീറ്റ് എഴുതണം, ഡോക്ടർ ആകണമെന്ന് ആഗ്രഹമുള്ള മക്കളായിരിക്കും ഇപ്പം എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് അത് ആഗ്രഹിച്ചിട്ട് കാണുന്നവരായിരിക്കും എന്തായാലും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെന്ന് മിസ്സിന് അറിയാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഡൗട്ട് എന്ന് പറയുന്നത് വിൽ യു ബി ഏബിൾ ടു ക്രാക്ക് നീറ്റ് ഇൻ 30 ഡേയ്സ് എന്നുള്ളതായിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഒരു ഫ്രീ യൂട്യൂബ് സീരീസുമായിട്ട് വരികയാണ്. എന്തിനു വേണ്ടിയിട്ടാണ് എൻ്റെ മക്കളുടെ നീറ്റ് എക്സാം ഏറ്റവും സിംപ്ലറായിട്ട് മാറ്റാനായിട്ട്. അതായത് ആവേശം നീറ്റ് 2026 എന്ന് പറയുന്ന ഫ്രീ യൂട്യൂബ് ബാച്ച്. ആ ഫ്രീ യൂട്യൂബ് ബാച്ചിലൂടെ നമ്മൾ ഒരുപാട് ലൈവ് സെഷൻസ്, അതായത് എൻറ്റയർ സിലബസ് കവർ ആവുന്ന തരത്തിൽ എൻറ്റയർ സിലബസ് നമ്മളുടെ നീറ്റ് 2026ൻ്റെ എൻറ്റയർ സിലബസ് കവർ ആവുന്ന തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ലൈവ് സെഷൻസ് വെക്കാനായിട്ട് പോവാണ്. അതുപോലെ തന്നെ ഒരുപാട് വീഡിയോ സ്ട്രാറ്റജീസും നിങ്ങൾക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടെ സ്റ്റഡി സ്മാർട്ട് ആക്കാനായിട്ട് നമ്മളുടെ മുന്നിൽ വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ നല്ല ഷാർപ്പായിട്ട് പഠിക്കണം. എങ്ങനെ ഷാർപ്പായിട്ട് പഠിക്കും എന്നുള്ളത് നമ്മളുടെ ലൈവ് സെഷനിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകുന്നതായിരിക്കും. അതായത് ഈ ഒരു 30-35 ദിവസത്തിനുള്ളിൽ എൻ്റെ മക്കളുടെ, അതായത് നമ്മളുടെ സിലബസ് നീറ്റ് 2026ൻ്റെ എൻറ്റയർ സിലബസ്, ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി ആൻഡ് സുവോളജി എൻറ്റയർ സിലബസ് എന്ത് ചെയ്യാനായിട്ട് പോവാണ്, നമ്മൾ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പോവാണ്. അതേപോലെ തന്നെ എന്താണ്, നമ്മൾ ഒരുപാട് PYQ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നോക്കും. അതായത് നമ്മൾ വെറുതെ പഠിച്ചതുകൊണ്ട് കാര്യമില്ല എന്നുള്ളത് നിങ്ങൾക്ക് അറിയാലോ അല്ലേ. അതായത് പ്രാക്ടീസും കൂടെ നമുക്ക് എല്ലാത്തിനും 50% ആണ്. നിങ്ങൾ 50% പഠിക്കണം ഇൻ ദ സെൻസ് രണ്ടിനും ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ഞാൻ. അതായത് രണ്ടും എന്താണ്, ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ പഠിക്കുന്നത് മാത്രം പോരാ, പ്രാക്ടീസിങ്ങും വേണം. പ്രാക്ടീസിങ്ങും വേണം. അതായത് നിങ്ങൾ 50% എന്ന് പറഞ്ഞാൽ ഈക്വൽ ഇമ്പോർട്ടൻസ് എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അല്ലാതെ 50% പഠിച്ചു പകുതി പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതല്ല. ഈക്വലി നിങ്ങൾ എന്ത് ചെയ്യണം, പ്രാക്ടീസും കൂടെ ചെയ്യണം. പഠിക്കുന്നതിൻ്റെ കൂടെ ഈക്വലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനും കൂടെ ഫോക്കസ് ചെയ്യേണ്ട ഇമ്പോർട്ടൻസ് ഈ ഒരു സമയത്തുണ്ട്. അതായത് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ, ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു ക്വസ്റ്റ്യനെ എങ്ങനെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് എൻ്റെ മക്കൾക്ക് എന്ത് ചെയ്യണം, പെട്ടെന്ന് ക്ലിക്കാകണം. ആൻഡ് അതിന് എന്ത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എങ്ങനെ ഒരുപാട് സ്മാർട്ട് സ്ട്രാറ്റജീസുമായിട്ട് പറഞ്ഞു തരും നിങ്ങൾക്ക്. അതായത് ക്ലാസ്സിൻ്റെ സമയത്താണെങ്കിലും ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യണം. അതേപോലെ തന്നെ ഈ ഒരു സിലബസ് പഠിക്കേണ്ട ഏറ്റവും എളുപ്പമായിട്ടുള്ള രീതി, ഈ ഒരു സിലബസിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ഏരിയ, അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ആ ക്വസ്റ്റ്യനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള സ്ട്രാറ്റജിക് കാര്യങ്ങളെല്ലാം ഈ ഒരു ലൈവ് ക്ലാസ്സിലായിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരുന്നതായിരിക്കും. ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എൻറ്റയർ തിങ് യൂട്യൂബിൽ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആകെ ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളൊരു റിക്വസ്റ്റ് എന്ന് പറയുന്നത്, ഡോക്ടർ ആവാൻ ഒരുപാട് ആഗ്രഹിച്ച് നിൽക്കുന്ന മക്കളുണ്ടെങ്കിൽ എന്തായാലും എന്ത് ചെയ്യുക, നമ്മളുടെ ലൈവ് സീരീസ് അറ്റൻഡ് ചെയ്യുക. സോ ദാറ്റ് നിങ്ങൾക്ക് എന്താണ്, നീറ്റ് എക്സാം ഒന്നും കൂടെ ലെവലപ്പ് ചെയ്യാൻ പറ്റും. നിങ്ങൾ എഴുതുന്ന രീതി എന്ത് ചെയ്യാനായിട്ട് പറ്റും, ഒന്ന് ലെവലപ്പ് ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ എന്താണ്, റാപ്പിഡ് റിവിഷൻ സീരീസും എല്ലാം നമ്മളുടെ ലൈവ് സെഷൻസിലൂടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പം ഇങ്ങനൊരു കാര്യം ഉണ്ടെന്നുള്ളത് എൻ്റെ മക്കളോട് പറയണം എന്നുള്ളത് മിസ്സിന് തോന്നിയിട്ടാണ് മിസ്
ചെയ്യുന്നത് ഈ ഒരു വീഡിയോയിലൂടെ അത് പറഞ്ഞത്. ഓക്കെ, അപ്പം നമ്മൾ എൻറ്റയർ കോൺസെപ്റ്റ് കവർ ചെയ്യുന്നുണ്ട്, PYQസും കവർ ചെയ്യുന്നുണ്ട്. വേറെ എന്താ മക്കളെ നീറ്റ് ക്രാക്ക് ചെയ്യാൻ വേണ്ടത്? സ്മാർട്ട് ആയിട്ടുള്ള സ്ട്രാറ്റജീസും പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം 30 ദിവസത്തിനുള്ളിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ടീച്ചേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പം ഇനി എങ്ങനെ പഠിക്കും മിസ്സേ? 30 ദിവസത്തിൽ ഇത്രയും കാലം കൊണ്ട് എനിക്ക് പഠിക്കാൻ പറ്റില്ല, ഇനി എങ്ങനെയാണ് മിസ്സേ ഈ 30 ദിവസത്തിൽ എനിക്ക് പഠിക്കാനായിട്ട് പറ്റുക? ഇങ്ങനൊരു ഡൗട്ടും കൂടെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടല്ലോ. ഒട്ടും പേടിക്കേണ്ട, ഞാൻ പറഞ്ഞു തരാം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. ഒന്ന് നോക്കി നോക്കൂ. ചില ആൾക്കാർ രാത്രി പഠിക്കും അല്ലേ, ചില ആൾക്കാർ രാവിലെ പഠിക്കുന്നവരായിരിക്കും. ചില ആൾക്കാർക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും ഇതിൽ ഏത് മെത്തഡാണ് യൂസ് ചെയ്യേണ്ടതെന്നുള്ളത്. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ രാത്രി പഠിക്കുന്നവർക്ക് എതിരൊന്നുമല്ല. പക്ഷെ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത്, എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്, രാവിലെ പഠിക്കുന്ന കുട്ടികൾ കുറച്ചും കൂടെ എന്താണ് ഫോക്കസ്ഡ് ആണെന്നുള്ളത് തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ രാത്രി പഠിക്കുമ്പോൾ നമ്മൾ ബ്രെയിൻ ഓൾറെഡി ആ എൻറ്റയർ ദിവസത്തെ കുറേ കാര്യങ്ങൾ കഴിഞ്ഞ് കുറേ എന്താണ് ബ്രെയിൻ ലോഡഡ് ആയിട്ടാണ് നിങ്ങൾ രാത്രി ചിലപ്പോൾ പഠിക്കാനിരിക്കുക. ആൻഡ് രാത്രി ചിലപ്പോൾ നിങ്ങൾക്ക് വിശക്കും, രാത്രി ചിലപ്പോൾ നിങ്ങൾക്ക് എന്താണ് പല ഇൻസ്റ്റാഗ്രാം നോക്കാനുള്ളൊരു ടെൻഡൻസി അല്ലേ, അതായത് ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയാസിലോട്ട് നിങ്ങൾ മാറി, അതായത് നിങ്ങളുടെ ഫോക്കസ് ഡിസ്ട്രാക്റ്റഡ് ആവാനുള്ള ഒരു സാധ്യത ഉണ്ടെന്ന് പറയാലോ അല്ലേ. രാത്രിയാണത് ജനറലി നമ്മൾ കൂടുതലായിട്ട് കാണാറുള്ളത്. ഓക്കെ, രാവിലെ എണീച്ച് പഠിക്കുന്ന ഒരാൾക്ക് ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് കുറവായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കാൻ നിങ്ങളുടെ പാരൻസും ഉണ്ടാവും അല്ലേ, നിങ്ങൾ പഠിക്കുന്നുണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കാൻ നിങ്ങളുടെ പാരൻസും ആ ഒരു സമയത്ത് എന്തായിരിക്കും, എവേക്ക് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കുറച്ചും കൂടെ ഒരു ഫോക്കസ്ഡ് ആവും മോർണിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ കംഫർട്ടാണ്. ഓക്കെ, നിങ്ങളുടെ കംഫർട്ടാണ്. നമ്മളുടെ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും നല്ല രീതിയിൽ, അത് ഏറ്റവും സ്മാർട്ടായിട്ട് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന സമയം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് വെറുതെ ബുക്ക് ഇങ്ങനെ തുറന്നിരിക്കുകയല്ല, മാക്സിമം ആ സമയത്ത് പഠിക്കാനായിട്ട് നോക്കുക. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്, എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കണം മിസ്സേ? 30 ദിവസമേ മുന്നിലുള്ളൂ. അങ്ങനെയാണെങ്കിൽ എത്ര മണിക്കൂർ ഒരു ദിവസം പഠിക്കണം മിസ്സേ നീറ്റ് ക്ലിയർ ചെയ്യാനായിട്ട്? ഇതായിരിക്കുമല്ലോ അടുത്ത ക്വസ്റ്റ്യൻ. ഞാനൊരു കാര്യം പറയട്ടെ, മണിക്കൂറിലല്ല കാര്യം, എത്രത്തോളം നിങ്ങൾ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം. ഞാൻ പറയാം, ഒരു ലൈവ് ക്ലാസ് നിങ്ങൾ കണ്ടു. ഓക്കെ, രാവിലെയാണ് ലൈവ് ക്ലാസ് എന്ന് വെച്ചാൽ ആ ലൈവ് ക്ലാസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ആ ലൈവ് ക്ലാസ് കംപ്ലീറ്റ് ആയിട്ട് കോൺസെപ്റ്റ് എല്ലാം മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ PYQ റിവൈസ് ചെയ്യണമെങ്കിൽ PYQ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തു, കോൺസെപ്റ്റുകൾ നിങ്ങൾ റിവൈസ് ചെയ്തു, പിറ്റേ ദിവസം അടുത്തൊരു ലൈവ് ക്ലാസ് കാണുന്നു. ഇത് നിങ്ങളൊരു പാറ്റേൺ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അതായത് റിവിഷൻ കൂടെ, അതായത് രാവിലെ കണ്ട ക്ലാസ്സിൻ്റെ റിവിഷൻ നിങ്ങളൊരു വൈകുന്നേരം ചെയ്ത് പിന്നെ എന്ത് ചെയ്യുക, പിന്നെ നമ്മളുടെ സ്ലീപ്പിംഗ് അവേഴ്സ് ഉണ്ട് അല്ലേ, സ്ലീപ്പിംഗ് അവേഴ്സ് ഉണ്ട്. 3 മണിക്കൂർ പഠിച്ചിട്ട് സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, 4 മണിക്കൂർ പഠിച്ചിട്ട് സക്സസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടെന്നൊക്കെ എൻ്റെ മക്കൾ കേട്ടിട്ടുണ്ടാവും. പക്ഷേ എൻ്റെ മക്കൾ മിനിമം എന്ത് ചെയ്യണം, 7 മണിക്കൂർ ഉറങ്ങാനായിട്ടും കൂടെ നോക്കണം. വൈ എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ബ്രെയിനിന് 5 മണിക്കൂറോ അല്ലെങ്കിൽ 4 മണിക്കൂറോ 3 മണിക്കൂറോ ഉറക്കമൊന്നും പോരാ. സാഹചര്യം കൊണ്ട് ചിലപ്പോൾ ചില കുട്ടികൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, അതായത് അവർ ചിലപ്പോൾ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സാഹചര്യം കൊണ്ട് അവർക്ക് 3-4 മണിക്കൂർ ഒരു ദിവസം കിട്ടുന്നുണ്ടാവുള്ളൂ ഉറങ്ങാനായിട്ട്. അങ്ങനെയുള്ളവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാം ഉണ്ട്, നിങ്ങൾക്ക് എല്ലാ സപ്പോർട്ടും ഉണ്ട്. അങ്ങനെ നല്ലൊരു രീതിയിലാണ് നിങ്ങളുടെ ലൈഫ് ഇപ്പം മുന്നോട്ട് പോകുന്നതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് 7 മണിക്കൂർ ഉറങ്ങാനുള്ള സമയമുണ്ടെങ്കിൽ ലൈഫിൽ ആ 7 മണിക്കൂർ ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത്. അല്ലാതെ നിങ്ങൾ ഉറക്കം കളഞ്ഞ് പഠിക്കാനൊന്നും ആരും ഇവിടെ പറയുന്നില്ല. ഈ ഒരു 30 നമ്മുടെ ഹെൽത്താണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എക്സാം ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എഴുതുന്നത് നീറ്റ് എക്സാമാണ്, ഫോക്കസ് വേണ്ട ഒരു എക്സാമാണ്. എക്സാം ഹാളിൽ പോയിരിക്കുന്ന സമയത്ത് ഉറക്കം തൂങ്ങിയിട്ട് അല്ലെങ്കിൽ ബ്രെയിൻ എന്താണ് കംപ്ലീറ്റ്ലി വർക്ക്ഡ് ഔട്ടായിട്ട് നിങ്ങൾ പോയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ എക്സാം എന്താണ് നല്ല രീതിയിൽ എഴുതാൻ പറ്റുമെന്ന് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക, ഉറക്കമൊന്നും സാക്രിഫൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക. അതായത് ഈ 7 hours മാറ്റി വെച്ചാലും ഒരു ദിവസം നിങ്ങൾ പോട്ടെ ഒരു 10 മണിക്കൂർ നിങ്ങളുടെ ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ്, അതായത് ഫുഡ് കഴിക്കുന്നതും ബാക്കി റിലാക്സ് ചെയ്യുന്നതും എല്ലാം കഴിഞ്ഞ് ഒരു 10 മണിക്കൂർ ഒരു ദിവസം പോവുകയാണെങ്കിൽ ബാക്കി നിങ്ങൾക്ക് വീണ്ടും എന്തുണ്ട്, ഒരു 14 hours ഉണ്ട്. ആ 14 hours വളരെ ഫോക്കസ്ഡ് ആയിട്ട്, ആ 14 hours ഒരു 10 hours എങ്കിലും വളരെ ഫോക്കസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുമെങ്കിൽ ഷുവറാണ് മക്കളെ, നീറ്റ് 2026 അങ്ങനെയുള്ള കുട്ടികൾ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്, അവരുടെ സന്തോഷം ഞാൻ നേരിട്ട് അനുഭവിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇനി നോക്കുക, എന്താണ് ആദ്യത്തെ മണിക്കൂർ നിങ്ങൾ ചെയ്യേണ്ടത്? ഒരു ദിവസം നിങ്ങൾ എണീച്ച പാടെ നിങ്ങളുടെ ആദ്യത്തെ മണിക്കൂറിൽ നിങ്ങൾ ഫസ്റ്റ് എടുക്കുന്നത് ഒരു സോഷ്യൽ മീഡിയ ആപ്പാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ റീൽ സ്ക്രോൾ ചെയ്യുന്നതിനാണ് ആ സമയം കളയുന്നതെന്ന് വെച്ചാൽ നിങ്ങളുടെ പാത്ത് തെറ്റാണ്. ഓക്കെ, അത് നിങ്ങൾ എന്താണ് ചിലപ്പോൾ ഒരു ഫെയിലിയറിലോട്ട് നിങ്ങൾ എത്തിക്കാനായിട്ട് നോക്കും. അപ്പോൾ നിങ്ങളുടെ പ്രയോറിറ്റി ഇവിടെ എന്താണ്?
പഠിത്തമല്ല. അപ്പോൾ നിങ്ങളുടെ ആദ്യത്തെ മണിക്കൂർ, നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങളുടെ അന്നത്തെ ദിവസത്തെ ആദ്യത്തെ മണിക്കൂർ നിങ്ങൾ ഏറ്റെടുക്കണം. എങ്ങനെ ഏറ്റെടുക്കും? നിങ്ങൾ പഠിക്കാനായിട്ട് എടുക്കണം. നിങ്ങളുടെ മനസ്സിൽ നീറ്റും നിങ്ങളുടെ ആ വൈറ്റ് കോട്ടും മാത്രമേ ഉണ്ടാകാനായിട്ട് പാടുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ രാവിലെ എണീച്ച് ആദ്യത്തെ മണിക്കൂർ എന്ന് പറയുന്നത് നിങ്ങൾ നീറ്റിന് വേണ്ടിയിട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, നീറ്റിന് വേണ്ടിയിട്ടാണ് വെക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി നോക്കുക, അടുത്തൊരു കാര്യമാണ്, നിങ്ങൾ തുടങ്ങുന്നത് 0 നിന്നല്ല. ഞാൻ പറയട്ടെ, എന്തായാലും ഒരു 30 to 75% ഓക്കെ സിലബസ്. ഓക്കെ, ഞാൻ മിനിമം നിങ്ങളൊരു 30% സിലബസ് പഠിച്ചിട്ടുണ്ടാവും. മാക്സിമം നിങ്ങളൊരു 75% സിലബസ് പഠിച്ചിട്ടുണ്ടാവും. അതായത് ഇത്രയും ഡൗട്ട്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ 30% അല്ലെങ്കിൽ 75% സിലബസ് ഒക്കെ കവർ ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ 0 എന്നല്ല തുടങ്ങുന്നത്. മിനിമം നിങ്ങൾ ഇത്ര പഠിച്ചിട്ടുണ്ടാവും. 30% മീൻസ് മിനിമം ഇത്രയെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പം ഞാൻ ഏറ്റവും ലീസ്റ്റ് ആയിട്ടുള്ള 30% ഞാൻ എടുക്കാം. 30% മാത്രമേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. ഓക്കെ, ഇവിടെയാണ് ഈ മിനിമത്തിലാണ് നിൽക്കുന്നതെന്ന് വെച്ചാൽ നമ്മളുടെ ക്ലാസ്സും പ്രാക്ടീസും, അതായത് PYQ പ്രാക്ടീസും റിവിഷനും കൊണ്ട് എനിക്ക് ഉറപ്പാണ് ഞങ്ങൾക്ക് 95% എത്തിക്കാൻ പറ്റും. അപ്പം നിങ്ങൾ ചോദിക്കും, ബാക്കിയുള്ള 5% എവിടെയെന്നുള്ള? ബാക്കിയുള്ള 5% യോർ എഫേർട്ടാണ്. യോർ റിവിഷൻ. ഓക്കെ, ഇവിടുന്ന് ഒരു തവണ വീഡിയോ കണ്ട് പോവുക എന്നുള്ളതല്ല, അത് വീണ്ടും നിങ്ങൾ റിവൈസ് ചെയ്യണം. റിവിഷൻ ഇസ് എ മസ്റ്റ്. ഓക്കെ, റിവിഷൻ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റി എൻ്റെ മക്കൾക്ക് ഉണ്ടാവണം. ഞാൻ സ്നേഹം കൊണ്ട് പറയാണ്, ഞാൻ ഇഷ്ടം കൊണ്ട് പറയാണ്. എനിക്കറിയാം ഇത് കാണുന്ന കുട്ടികൾ വളരെ, അതായത് ഇത്രയും നേരം ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്കറിയാം നിങ്ങൾ വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ ആഗ്രഹത്തോടെ പഠിക്കാനിരിക്കുന്ന കുട്ടികളാണെന്നുള്ളത് അറിയാം. അപ്പം എൻ്റെ മക്കൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. അതായത് നിങ്ങളുടെ ഭാഗത്ത് എന്തുണ്ട്? റിവിഷൻ നിങ്ങളുടെ സൈഡിൽ നിന്നും കൂടെ നിങ്ങൾ ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിക്കണം. അങ്ങനെയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ 30% നിൽക്കുന്ന നിങ്ങളെ 95% എത്തിക്കാൻ വരെ നമുക്ക് പറ്റും എന്നുള്ളതാണ്. ഓക്കെ, 100% എത്താൻ നിങ്ങളുടെ ഒരു ചെറിയ എഫേർട്ട്, 5% എഫേർട്ട് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഞാൻ പറയുകയാണ്, അങ്ങനെ നീറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ള കുട്ടികളെ, ലാസ്റ്റ് 1 month സ്ട്രാറ്റജിയിൽ നീറ്റ് ക്രാക്ക് ചെയ്തിട്ടുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് നേരിട്ട് പരിചയമുണ്ട്. അത് ചിലപ്പോൾ നാളെ നിങ്ങളും ആവാം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ എൻറ്റയർ കണ്ടിട്ട് ഇപ്പം എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? നീറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക? എൻ്റെ മക്കളെ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം എന്ത് ചെയ്യുക? എൻ്റെ മക്കൾ ഈ വീഡിയോയുടെ താഴെയായിട്ട് കമൻറ്റ് ചെയ്യുക. ഞാൻ എല്ലാം വായിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ എൻറ്റയർ ടീം അത് വായിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് കേറ്റർ ചെയ്യാനാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അപ്പം ഓൾ ദ വെരി 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 ബെസ്റ്റ് ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുട്ടിക്കും നീറ്റ് കിട്ടട്ടെ, നീറ്റ് 2026 ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ, നിങ്ങൾ നല്ലൊരു MBBS കോളേജിൽ ജോയിൻ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ എന്നുള്ളത് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുകയാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് till now. This is me, Aarthi, signing off. Thank you so much. Bye-bye and take care.